की खबरें आती हैं। पेंशन के भुगतान में भी परेशानी की बातें सामने आती हैं। केरल में नौकरी करने वाले परिवार की चिंता यही रहती है कि अगले महीने उनका वेतन आएगा या नहीं आएगा। സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെയും ഇടതിന്റെയും കഴിഞ്ഞ കാല ചരിത്രം പ്രവർത്തനം നോക്കൂ. എവിടെയെല്ലാം അവർ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നുവോ അവിടെയെല്ലാം കുഴപ്പത്തിലാക്കി നശിപ്പിച്ചു പോയിട്ടേ ഉള്ളൂ. ബംഗാളിൽ ഇടതുപാർ എന്താ ചെയ്തതെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം. ത്രിപുരയിലും അവരെന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് രാജ്യത്ത് മൊത്തം എന്താണ് ചെയ്തത് എന്ന് നമ്മളെല്ലാം കണ്ടവരാണ്. ഇവരുടെ ഈ ചക്രവ്യൂഹത്തിൽ കേരളവും പെട്ടുപോയി. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അത് സമയത്തിന് കൊടുക്കുന്നില്ല എന്ന വാർത്ത വരുന്നു. പെൻഷൻ അത് നൽകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. കേരളത്തിൽ സർക്കാർ ജോലി ചെയ്യുന്നവരുടെ ചിന്ത, അവരുടെ കുടുംബങ്ങളുടെ ചിന്ത അടുത്ത മാസത്തെ ശമ്പളം എപ്പോൾ കിട്ടുമെന്നുള്ളതാണ്. एंडे सौरगढ़े हाल ही में केरल में सरकारी कर्मचारियों के डीए और लीव सरेंडर के बकाया भुगतान को लेकर बड़ा विवाद हुआ था। कांग्रेस इस सब के लिए लेफ्ट वालों पर हमला करती है, लेकिन जिन राज्यों में कांग्रेस की सरकार है वहां भी हालात इतने ही बुरे हैं। पड़ोसी कर्नाटका को ही देख लीजिए, वहां भी विकास के ज्यादातर काम रुक गए हैं। हिमाचल प्रदेश भी अब आर्थिक संकट में है। यही कांग्रेस का गवर्नेंस मॉडल है। സുഹൃത്തുക്കളെ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഡിഎയും ലീവ് സറണ്ടറിനും നൽകുന്ന പണത്തെപ്പറ്റി വലിയ വിവാദമുണ്ടായി. കോൺഗ്രസുകാർ ഇതിനെയൊക്കെ ഇടതുപക്ഷത്തിന് കുറ്റം പറയുക ചെയ്യാം. എന്നാൽ കോൺഗ്രസുകാർ ഏതൊക്കെ സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇതേപോലെ മോശമാണ് അവസ്ഥ. അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നോക്കൂ, അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നിന്നുപോയിരിക്കുന്ന സ്ഥിതിയാണ്. ഹിമാചൽ പ്രദേശും ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതാണ് കോൺഗ്രസിന്റെ ഭരണ മാതൃക. एंडे सौरगढ़े पालक्कड़ में यहां 22 साल तक लेफ्ट के एमएलए रहे। करीब 5 दशक कांग्रेस समर्थक एमएलए रहे, लेकिन इतने वर्षों में इस क्षेत्र का विकास नहीं हुआ। जैसे ही केंद्र में बीजेपी की सरकार आई, पालक्काड़ में, केरलम में को पहला आईआईटी मिला। हम यहां रेलवे स्टेशन अपग्रेड करा रहे हैं, नेशनल हाईवे को आधुनिक बना रहे हैं। हम पालक्काड़ में स्मार्ट इंडस्ट्रियल सिटी भी बनवा रहे हैं। इससे पालक्काड़ के स्थानीय युवाओं के लिए रोजगार के नए अवसर बनेंगे। സുഹൃത്തുക്കളെ, പാലക്കാട് 22 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഇടത് എംഎൽഎമാരായിരുന്നു. ഏതാണ്ട് 5 പതിറ്റാണ്ട് കോൺഗ്രസ് എംഎൽഎമാരായിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. എന്നിട്ടും ഈ മണ്ഡലത്തിന് വികസനമുണ്ടായില്ല. എന്നാൽ കേന്ദ്രത്തിൽ ബിജെപി സർക്കാർ വന്നതോടുകൂടി പാലക്കാട്ട് കേരളത്തിലെ ആദ്യത്തെ ഐഐടി വന്നു. ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ നാം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ ഹൈവേ ആധുനികവൽക്കരിക്കുന്നു. ഈ പാലക്കാടിന് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയും ഇതാ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിലൂടെ പാലക്കാട്ടെ തദ്ദേശവാസികളായ യുവാക്കൾക്ക് ജോലിക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുകയാണ്.
एंडे सौरगढ़े बीजेपी ने हमेशा विमेन लेड डेवलपमेंट के अप्रोच को बढ़ावा दिया है। चाहे फाइनेंशियल इंक्लूजन हो, हेल्थ केयर हो या हाउसिंग, आज केंद्र सरकार की योजनाओं में सबसे ज्यादा प्राथमिकता महिलाओं को मिलती है। महिलाओं को विधानसभा और संसद में भागीदारी मिले, इसके लिए हमने नारी शक्ति बंधन अधिनियम पास भी किया है। സുഹൃത്തുക്കളെ, ബിജെപി എപ്പോഴും മഹിളകളാൽ നയിക്കപ്പെടുന്ന വികസനമെന്ന സങ്കല്പത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. അത് സാമ്പത്തിക സമത്വത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഗൃഹനിർമ്മാണത്തിന്റെ കാര്യത്തിലായാലും ശരി. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മഹിളകൾക്കാണ് കിട്ടുന്നത്. മഹിളകൾക്ക് നിയമസഭകളിലും പാർലമെന്റിലും അധിക പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി, അത് ഉറപ്പുവരുത്താൻ വേണ്ടി മഹിളകൾക്ക് നിയമസഭയിലും പാർലമെന്റിലും നാം കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നാരി ശക്തി അധിനിയമം പാസാക്കിയിരിക്കുകയാണ്. एनडीए सौरगढ़े एनडीए ने अपने संकल्प की वजह से एक साधारण परिवार की बेटी को देश के सर्वोच्च पद तक पहुंचाया है। दूसरी ओर कांग्रेस पालक्काड़ में ही आपने देखा है, इनके नेता ही महिलाओं की सुरक्षा के लिए खतरा बन गए हैं। कल ही कांग्रेस को अपने एक और नेता को महिला शोषण के गंभीर आरोप के बाद मजबूरी में पार्टी से निकालना पड़ा है। यही इन पार्टियों की सच्चाई है, जिससे केरलम की महिलाओं को सावधान रहना है। എൻഡിഎയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി നാം ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിച്ചു. അപ്പുറത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. പാലക്കാട്ടുകാർക്കറിയാം, ഇവിടെ തന്നെ നോക്കിയാൽ മതി. ഇവരുടെ നേതാവ് മഹിളാ സുരക്ഷയ്ക്ക് ഭീഷണിയായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കൂടാതെ ഇന്നലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് മഹിളകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ അവരുടെ പാർട്ടിക്ക് ഗതികേട് കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഈ പാർട്ടികളുടെ യഥാർത്ഥ അവസ്ഥയാണ്. എനിക്ക് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവരെ സൂക്ഷിക്കണമെന്നാണ്. यहां एक छोटी बच्ची बहुत बढ़िया कमल का निशान और मुझे भी पेंट कर दिया है। बेटी तुमने बनाया है? अच्छा, शाबाश। मेरे एसपीजी के लोगों को दे दो, अगर तुम्हारा एड्रेस होगा तो मैं तुम्हें चिट्ठी लिखूंगा। അതിന്റെ പിറകിൽ താങ്കളുടെ അഡ്രസ് എഴുതൂ. അഡ്രസ് എഴുതിയാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി താങ്കൾക്ക് കത്തയക്കും. അഡ്രസ് എഴുതിയിട്ട് കൊടുക്കൂ. थैंक यू बेटा। एनडीए सौरगढ़े पिछले चुनाव में बीजेपी ने पालक्काड़ से देश जिनके लिए गौरव करता है, दुनिया में जिनकी प्रतिष्ठा है, ऐसे हमारे मेट्रोमैन ई श्रीधरन जी को चुनाव मैदान में उतारा था। लेकिन वो यहां दूसरे नंबर पर रहे और इन नतीजे से हम दिल्ली में जितने दुखी हुए, उससे ज्यादा
मेरे पालक्काड़ के भाई बहन दुखी हुए थे। आप लोग बहुत दुखी हुए थे। अब इस बार शोभा सुरेंद्रन जी को बीजेपी ने अपना कैंडिडेट बनाया है। शोभा जी आप सभी की पुरानी परिचित है। आपके बीच रहकर उन्होंने जनसेवा का काम किया है। इस बार उन्हें रिकॉर्ड वोटों से विजयी बनाना है और मेरे जो साथी बैठे हैं उनको भी भारी मतों से विजयी बनाना है। സുഹൃത്തുക്കളെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിന്ന് ബി.ജെ.പി. രാഷ്ട്രം തങ്ങളുടെ അഭിമാനമായി കാണുന്ന, ലോകം വളരെ ആരാധനയോടെ നോക്കിക്കാണുന്ന ശ്രീ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻജിയെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. എന്നാൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി. ഈ ഫലത്തിൽ ഞങ്ങളൊക്കെ ഡൽഹിയിലിരുന്ന് എത്രയും വിഷമിച്ചുവോ അത്രയും നിങ്ങൾ പാലക്കാട്ടുകാരും വിഷമിച്ചിരുന്നു. ഇത്തവണ ശോഭാ സുരേന്ദ്രൻജിയെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ശോഭാജി നിങ്ങളുടെ എല്ലാം പഴയ പരിചയക്കാരിയാണ്. അവർ നിങ്ങളുടെ കൂടെ നിന്ന് ജനസേവനം ചെയ്തിട്ടുണ്ട്. ഇത്തവണ അവരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. അവരോടൊപ്പം ഇവിടെ ഇരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികളെയും നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. साथियों, पालक्काड़ को केरलम का नेल्लारा कहा जाता है। इसकी ये पहचान बनाने के पीछे हमारे किसान भाई बहनों की मेहनत है। लेकिन केरलम का वही किसान आज संघर्ष कर रहा है। आप सब जानते हैं, धान की खरीद में यहां बार बार देरी होती है, भुगतान समय पर नहीं मिलता। हजारों किसान इस अव्यवस्था से परेशान है। സുഹൃത്തുക്കളെ, പാലക്കാട് കേരളത്തിന്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിശേഷണം പാലക്കാടിന് ലഭിച്ചത് നമ്മുടെ കൃഷിക്കാരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. എന്നാൽ കേരളത്തിലെ കൃഷിക്കാർ ഇന്ന് സമരത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ധാന്യത്തിന്റെ നെല്ലിന്റെ സംഭരണം ഇവിടെ സ്ഥിരമായി വൈകുന്നു. വില സമയത്ത് കിട്ടുന്നില്ല. ആയിരക്കണക്കിന് കൃഷിക്കാർ ഈ തെറ്റായ നടപടി കാരണം ഇന്ന് ബുദ്ധിമുട്ടിലാണ്. सौहृदगढ़े किसानों की समस्याओं का समाधान भी अगर कोई कर सकता है तो सिर्फ और सिर्फ बीजेपी ही कर सकती है और बीजेपी करके रहेगी। केंद्र सरकार की योजनाएं इसका सबूत है। पीएम किसान सम्मान निधि के तहत यहां के 27 लाख से अधिक किसानों को खाते में सीधे उनके बैंक खाते में पैसा मिला है। केंद्र सरकार ने पालक्काड़ के किसानों को लगभग 700 करोड़ रुपए देकर 700 करोड़ रुपए देकर किसानों के खर्च को कम किया है। हमने धान के एमएसपी में भी भारी बढ़ोतरी की है और इसका लाभ हमारे किसान भाई बहनों को हुआ है। लेकिन राज्य सरकार यहां किसानों को राहत देने के बजाय उन्हें कर्ज में धकेल रही है। केरल में बीजेपी एनडीए की सरकार आएगी तो केरल के किसानों की समस्याएं भी खत्म होगी और ये मोदी की गारंटी है। സുഹൃത്തുക്കളെ, കൃഷിക്കാരുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന പ്രതിസന്ധിയും ഈ രാജ്യത്ത് ആർക്കെങ്കിലും പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്.
അതിന്റെ തെളിവാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ കേരളത്തിലെ 27 ലക്ഷത്തിലധികം വരുന്ന കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ പാലക്കാട്ടെ കൃഷിക്കാർക്ക് ഏതാണ്ട് 700 കോടിയിലധികം രൂപ ഇതുവരെ നൽകിക്കഴിഞ്ഞു. അവരുടെ ബാധ്യത നാം കുറച്ചുകൊടുത്തു. മാത്രമല്ല, ഉൽപാദനങ്ങളുടെ താങ്ങുവിലയിലും നമ്മുടെ ഗവൺമെന്റ് വമ്പിച്ച വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഗുണം ഇവിടുത്തെ കൃഷിക്കാർക്കുണ്ടായി. എന്നാൽ സംസ്ഥാന സർക്കാർ കൃഷിക്കാർക്ക് സഹായം നൽകുന്നതിന് പകരം താങ്ങുവില ഇനത്തിൽ അവരെ കടത്തിൽ കുടുക്കുകയാണ്. കേരളത്തിൽ BJP NDA സർക്കാർ വരുന്ന പക്ഷം കേരളത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും, പരിഹരിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. एनडीए सहयोगियों, इस समय वेस्ट एशिया में चल रहे युद्ध पर सबकी नजर है. इस युद्ध का प्रभाव भारत पर कम से कम पड़े, इसके लिए हमारी सरकार लगातार काम कर रही है. यहां केरलम के बहुत सारे लोग युद्धग्रस्त क्षेत्रों में काम कर रहे हैं. युद्ध शुरू होने के बाद से ही मैं इन देशों के सभी राष्ट्राध्यक्षों से लगातार बात कर रहा हूं, संपर्क में हूं. सारे ही देश युद्ध क्षेत्रों में फंसे भारतीयों की सुरक्षा को प्राथमिकता दे रहे हैं. वहां पर हमारे भाई बहनों को कोई तकलीफ ना हो, इसके लिए भारतीय दूतावास भी दिन रात काम कर रहा है. भारतीयों के हितों की सुरक्षा भाजपा NDA सरकार के लिए सर्वोपरि है. वहीं संवेदनशील मामले में कांग्रेस जिस तरह की बयानबाजी कर रही है, वो भी आपको याद रखना है. कांग्रेस जिस तरह के बयान दे रही है, वो खतरनाक है. పెందుర్తి గ్రేటర్ విశాఖ జీవీ